ഹലോ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നില്ലേ? നമ്മളിവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. പക്ഷേ ശബ്ദം ഇതുവരെ തിരിച്ച് പ്രോപ്പറായിട്ട് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ക്രിസ്മസിനും ന്യൂ ഇയറിനും ഇടയ്ക്കുള്ള ദിവസങ്ങളാണ്. അതുകൊണ്ട് തന്നെ മക്കള് കുഞ്ഞു കുഞ്ഞു സാന്റന്മാരുടെ മാസ്ക് ഒക്കെ വെച്ചിട്ട് കുറച്ച് ചെണ്ടകൊട്ടും മേളങ്ങളുമായിട്ട് നമ്മുടെ വീടുകളിൽ കരോൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയായിരിക്കും മിക്കവാറും ഉള്ള വൈകുന്നേരങ്ങളിൽ ഇവിടെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീട്ടിലിപ്പോൾ കണ്ണൂരിൽ നിന്ന് ചേച്ചിയും ചേട്ടനും മക്കളും വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ എപ്പോഴും ബിസി ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അവരുടെ കൂടെ ഞങ്ങൾ സ്പെൻഡ് ചെയ്ത കുറച്ച് സമയങ്ങൾ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് അതൊരു മെമ്മറി ആയിട്ട് വെക്കാമെന്ന് കരുതി ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ ഏട്ടന് പൊതുവെ കുറച്ച് ശാന്തമായ ബീച്ച്, അതല്ലെങ്കിൽ ഷിപ്പ് യാർഡ്, അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണാനാണ് ആഗ്രഹമെങ്കിൽ പോലും നന്ദൂനും കുഞ്ഞുനുള്ള ആഗ്രഹമാണ് ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ പോകണമെന്ന്. അപ്പോൾ നമ്മൾ ആദ്യമേ അവരുടെ ഇത് വെച്ചിട്ടൊരു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എവിടെയൊക്കെ എന്നൊക്കെ പോകണം എന്നുള്ളതൊക്കെ. പക്ഷേ അവർ വന്നപ്പോൾ പറഞ്ഞതുപോലെയല്ല, തിരിച്ച് വേഗം പോകണം. കാരണം ഉടനെ തന്നെ അവർക്ക് വലിയൊരു ഫംഗ്ഷൻ വരുന്നുണ്ട്, അതിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയേ പറ്റുള്ളൂ. അതുകൊണ്ട് അധിക ദിവസം ഇവിടെ കാണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആകെ 3 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. ക്രിസ്മസിൻ്റെ തലേന്നാണ് വന്നത്. ക്രിസ്മസ് ആ ഒരു ദിവസം അങ്ങനെ പോയല്ലോ. അപ്പോൾ അടുത്ത ദിവസം നമ്മൾ നേരെ പോയത് ലുലു മാളിലേക്കാണ്. കാരണം കൊച്ചിയിലെത്തിയ എല്ലാവരും എന്തായാലും ലുലു മാൾ കാണാതെ പോവില്ല. നമുക്കിനി ഇതൊരു സ്ഥിരം സന്ദർശന കേന്ദ്രമായിട്ട് മാറാൻ പോവാണ്. കാരണം എല്ലാവരും വരുമ്പോൾ ഇവിടെ കൊണ്ടുപോകണമല്ലോ, അതാണല്ലോ ഇതിൻ്റെ ഒരു അജണ്ട. അപ്പോൾ ഞങ്ങൾ ലുലു മാളിലേക്ക് പോയിട്ടോ. അവിടെ ക്രിസ്മസ് പരിപാടികളൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. ഫുള്ളൊരു ക്രിസ്മസ് വൈബായിരുന്നു. അവിടെ ഡെക്കറേഷനും അതേപോലെ പ്രോഗ്രാംസും അല്ലെങ്കിൽ അവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു ക്രിസ്മസി വൈബായിരുന്നു. അപ്പോൾ ചേച്ചിയും ചേട്ടനും മക്കളും ഒക്കെ ഒരുവിധം ഇവിടെ വന്നിട്ടൊക്കെ ഉണ്ട്. നമ്മൾ പുറത്ത് നിന്നിട്ട് ഇങ്ങോട്ട് വരുന്നവരാണ് തീരെ ഇതൊരു എക്സൈറ്റ്മെൻ്റ് ആയിട്ട് കാണുന്നത്. ഇവർക്കൊന്നും ഇതൊരു വലിയ കാര്യമൊന്നുമല്ല. കാരണം ഇവർ സ്കൂളിൽ നിന്നായാലും അല്ലെങ്കിൽ പല വഴിക്കൊക്കെ ടൂർ പോകുമ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വന്നു പോകുന്നതല്ലേ. അതുകൊണ്ട് മേ ബി ഇവർക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവില്ല എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കാൻ മറന്നുപോയി. അതുകൊണ്ട് തന്നെയാണ് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തത് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു മൊത്തത്തിൽ എൻ്റെ ലൈഫിൽ ഒരു 3 വട്ടം എങ്ങാണ്ട് അവിടെ പോയിട്ടുള്ളൂ. 3ാമത്തെ വട്ടമാണ് കേട്ടോ ഇത്. പൊതുവേ നമ്മുടെ കൊച്ചി ടു ആലപ്പുഴ കണ്ണൂർ ടു ആലപ്പുഴ നമ്മുടെ ട്രാവലിൻ്റെ സമയത്താണ്. കണ്ണൂരെ വിട്ടുനിന്ന് ആലപ്പുഴ വീട്ടിലോട്ട് വരുന്ന സമയത്ത് ഇടക്കാലാശ്വാസം പോലെ കയറുന്ന ഒരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ ലുലു മാൾ. അപ്പോൾ അങ്ങനെ വന്ന് കയറിപ്പോയി കണ്ടിട്ടേ ഉള്ളൂ. അപ്പോഴെല്ലാം ഞാൻ വരുന്ന ഒരു സ്ഥലമാണ് ഇതുപോലുള്ള നല്ല അടിപൊളി ഡെക്കറേറ്റീവ് പീസസ് ഒക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അത് കിട്ടുന്ന സ്ഥലങ്ങൾ. ഞാനും ചേച്ചിയും കുറേ നേരം അത് കണ്ടു നിന്നു. അതിനുശേഷം ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് അവിടെ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നേ, അതൊക്കെ കണ്ടു നിന്നു. നല്ല രസമുണ്ടായിരുന്നു കുറേ നേരം കണ്ടു നിൽക്കാൻ. അപ്പം 3-4 നിലകളിൽ നിറച്ച ആൾക്കാരിങ്ങനെ തിക്കും തിരക്കും ഇല്ലാണ്ട് സമാധാനത്തോടു കൂടി നിന്ന് പ്രോഗ്രാമൊക്കെ ആസ്വദിക്കുന്നു. ഞാൻ നോക്കിയത് മൊത്തവും ഇവിടുത്തെ ഈ ഡെക്കറേഷൻസ് കണ്ടോ. ഇവരെ ഏത് സമയത്തായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത്? രാത്രി ടൈമിലായിരിക്കും. എന്നിരുന്നാലും ഇതിനെ എങ്ങനെ ഇത് ബാലൻസ് ചെയ്ത് നിർത്തുന്നു, എത്ര വെയിറ്റ് കാണും, അതൊക്കെയാണ് കേട്ടോ. ഇതൊരു ഒരു ഐലൻഡ് പോലെ നമുക്ക് തോന്നില്ല, എവിടെയും മുട്ടാതെ ഇങ്ങനെ നിൽക്കുന്നൊരു ഫീൽ. ആ ഗിഫ്റ്റൊക്കെ അത് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ്. അപ്പം ഞാനിതെല്ലാം കണ്ട് കുറച്ച് കാര്യമായിട്ട് ഇങ്ങനെ ഒബ്സർവ് ചെയ്ത് വരുമ്പോൾ ഉണ്ട് അവിടെ 2 മൂലയ്ക്ക് 2 കുട്ടികളിലെ അവരും അവരുടെ ഷോൾ കൊണ്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചെയ്യുന്നതിൻ്റെ ഒരു ചെറിയ വകഭേദമായിട്ട് കുട്ടികളും ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനത് കണ്ടു, അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ പേരൻസോ അല്ലെങ്കിൽ അവരുടെ കൂടെ വന്ന ആൾക്കാരോ ഇത് കാണുന്നില്ല എന്നുള്ള കാര്യം എനിക്ക് മുകളിൽ നോക്കുമ്പോൾ കാണാൻ പറ്റും. കുട്ടികൾ പക്ഷേ നന്നായിട്ട് അവരുടെ ഒരു ടൈം എൻജോയ് ചെയ്ത് പോവാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടു. നമ്മളും മോളിൽ ഇതൊക്കെ കുറേ നേരം കണ്ടതിന് ശേഷം ലുലു മാൾ മൊത്തം ഒന്ന് നടക്കാൻ വേണ്ടി തീരുമാനിച്ചു. എന്നിട്ട് ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് പോയിട്ട് ഫുഡൊക്കെ മേടിച്ച് കഴിക്കാം എന്നൊരു ഇതിലാണ് വന്നത്. പക്ഷേ കറങ്ങി നമ്മളിവിടെ എത്തി. ഫൺടോണില്ലേ അവിടെ എത്തിക്കഴിഞ്ഞാൽ പൊതുവേ കുട്ടികൾക്കൊരു വലിവുണ്ട്. ചേച്ചിയും ചേട്ടനും പിള്ളേരെ കണ്ണുരുട്ടി കാണിക്കുന്നുണ്ടായിരുന്നു, അതൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അവരുടെ മനസ്സ് നമുക്കറിയാലോ. അപ്പം ഇവിടോട്ട് കയറിയാൽ മിനിമം ഒരു 2000 ഒരാൾക്ക് പെർ ഹെഡ് വെച്ച് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ ഇവിടുന്ന് കാർഡൊന്നും നമ്മൾ ഇതേവരെ എടുത്തിട്ടില്ല. കാരണം അതിൻ്റെ ഒരു ആവശ്യം വന്നിട്ടുമില്ല. നമ്മൾ ഇങ്ങനെ വരുന്നില്ലല്ലോ, പൊതുവെ വരാത്തൊരു സ്ഥലമായിരുന്നു ഇത്. അപ്പോൾ നന്ദും കുഞ്ഞിന് ഇത് ആഗ്രഹമുണ്ടെന്ന് നമുക്കറിയാമായിരുന്നു, പറഞ്ഞിരുന്നു നമ്മളോട്. അപ്പോൾ ഇതിൻ്റെ പോസ്റ്ററൊക്കെ ഫ്രണ്ടിൽ കാണുമ്പോൾ തന്നെ ഇത് പ്രതീക്ഷിച്ചാണ് ആൾ വന്നതെന്നും നമുക്കറിയാം. അപ്പോൾ എന്തായാലും കാർഡ് എടുക്കാൻ വേണ്ടി പ്രജീഷ് അമ്പും കൂടെ പോയി. അവർ കാർഡ് എടുത്ത് ചെറിയ കുറച്ച് റൈഡുകളിലൊക്കെ കയറാം എന്ന് വിചാരിച്ചു. നന്ദുവിന് വലിയ താല്പര്യമില്ല, മൂത്ത കുട്ടിക്ക്. അത് വലിയ കുട്ടിയായില്ലേ.
അപ്പോൾ അവന് താല്പര്യമില്ലായ്മയല്ല, അവനൊരു ചമ്മലാണ്. കുഞ്ഞു കുട്ടികൾ കളിക്കുന്നത് ഞാൻ കളിച്ചാൽ ശരിയാവില്ല മാമി, അവർ കളിക്കട്ടെ, പിള്ളേർ കളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ചേച്ചിക്ക് കളിക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താണ് അതാ ശംഭുവിന് പിന്നെ ആരെയും മൈൻഡ് ആക്കേണ്ട കാര്യമില്ല, അവന് കളിക്കണം എന്ന് പറഞ്ഞു. അത് കേട്ട പാതി കേൾക്കാത്ത പാതി പ്രജി പോയിട്ട് കാർഡൊക്കെ എടുത്തുകൊണ്ട് കൊടുത്തു. എന്നിട്ട് നന്ദുവിനും കുഞ്ഞുനുമാണ് അപ്പോൾ നമ്മളിവിടെ പ്രയോറിറ്റി കൊടുത്തത്. അതുകൊണ്ടല്ലേ ചെറിയ മക്കൾ. അപ്പോൾ അവരങ്ങനെ കളിക്കട്ടെ എന്ന് കരുതി കുറേ ഗെയിംസിലൊക്കെ കളിച്ച് കൃത്യമായി തോറ്റ് തൊപ്പിയിട്ട് വന്നു. തോറ്റ് തൊപ്പിയിടുക എന്നുള്ളതല്ലോ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളത് കാര്യം. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉള്ള എൻ്റർടൈൻമെൻറ്റിനോട് എനിക്ക് താല്പര്യമില്ല. കുട്ടികളെ പങ്കെടുപ്പിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. നമ്മുടെ ഒരു താല്പര്യത്തിനല്ല ഇവിടെ ഈ കാര്യങ്ങൾ നടന്നത്. കാരണം എനിക്ക് തോന്നിയത് നമ്മൾ ഇപ്പോൾ ഒരു 2000 രൂപ വെച്ചിട്ടാണെങ്കിൽ തന്നെയും 6000 രൂപ എന്നൊക്കെ 3 പേർക്ക് വെച്ച് വിചാരിക്കുകയാണെങ്കിൽ തന്നെ ആ ഒരു പൈസ നമുക്ക് സിമ്പിളായിട്ട് കിട്ടുന്നതല്ല. അതിനു വേണ്ടിയുള്ള സംഭവങ്ങളൊന്നും ഇവിടെ ഇല്ല. കുട്ടികൾക്ക് അങ്ങനെ പൈസ കൊടുത്ത് കളിക്കേണ്ട ആ ഒരു സംഭവമൊന്നുമില്ല. ഈ പിള്ളേർ ഇതിനകത്തെ സൗണ്ടിലും ഈ ഒരു കളറിലും ആ ഒരു 10 മിനിറ്റ് 15 മിനിറ്റത്തെ ആ ഒരു എന്താണ് ആ ഒരു എഫക്റ്റ്, നമ്മൾ കാർട്ടൂൺ കണ്ട അഡിക്ഷൻ ആവില്ലേ കുട്ടികൾ, അതേപോലത്തെ ആ ഒരു എഫക്റ്റ് മാത്രമേ ഇവിടെ കിട്ടുന്നുള്ളൂ. അല്ലാണ്ട് ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റോ അല്ലെങ്കിൽ ഫിസിക്കലായിട്ടൊരു ഗെയിം കളിച്ചാൽ എന്തെങ്കിലും ഒരു ഫിസിക്കലോ മെൻ്റലോ എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവണമല്ലോ. അതൊന്നും എന്തായാലും ഇതൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ജസ്റ്റ് വേസ്റ്റ് ഓഫ് മണി എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ തിങ്കിങ്. അപ്പം അത് നമ്മുടെ കുട്ടികളോട് പറഞ്ഞിട്ട് കാര്യമില്ല. അവർ കുറേ പേര് നേരം കളിച്ചു. പിന്നെ ഇത് ട്രെൻഡിങ് ആയിട്ട് എപ്പോഴും ഉള്ള സംഭവമല്ല ഇതിങ്ങനെ എടുക്കുന്നത്. പക്ഷേ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന എല്ലാവരും എടുക്കുന്നത് കണ്ടപ്പോൾ ശംഭൂട്ടൻ ആഗ്രഹം തോന്നി. ശംഭൂട്ടൻ്റെ ആഗ്രഹങ്ങളുടെ പ്രശ്നം എന്താണെന്നറിയാമോ, നമ്മൾ അവനെ കൺവിൻസ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ ആഗ്രഹത്തിൽ നിന്ന് മാറ്റാൻ പറ്റും. അല്ലാതെ അത് വേണമെന്ന് പറഞ്ഞ് നിന്ന് വാശി പിടിക്കുകയെ അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ പിന്നെ വീട്ടിൽ വന്നിട്ട് മിണ്ടാതിരിക്കുക, സത്യപ്രതിജ്ഞ, മറ്റേ നിരാഹാരം, അങ്ങനത്തെ പരിപാടി ഒന്നും അതിനറിയില്ല. അതിനോട് നമ്മൾ അവിടെ നിന്നിട്ട് ആദ്യം തന്നെ പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അത് വഴക്കിലേക്കേ തീരത്തുള്ളൂ. അതല്ലാതെ സമാധാനപരമായിട്ട് നമുക്ക് നോക്കാം, അവർ ചെയ്യുന്ന ആർക്കെങ്കിലും കിട്ടുന്നുണ്ടോ നോക്കാം, എന്നിട്ട് നമുക്ക് ട്രൈ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും കിട്ടുന്നില്ല എന്ന് കാണുമ്പോൾ അവൻ തന്നെ പറയാം ആർക്കും കിട്ടുന്നില്ല അമ്മ, നമുക്ക് വേറെ ഗെയിം നോക്കാമെന്ന് പറഞ്ഞ് പോരും. അങ്ങനെ നമ്മൾ പിന്നെ ഇതാ ഇവിടെ ബൈക്ക് റൈഡിലേക്ക് എത്തി. അപ്പം കുഞ്ഞേട്ടനാണ് ഓടിക്കുന്നത്, പക്ഷേ ശംഭുവാണ് ഓടിക്കുന്ന ഒരു ഫീൽ വരുത്തിക്കൊണ്ടാണ് നമ്മൾ ആ ബൈക്കിൽ ഇരുത്തിയിരിക്കുന്നത്. കാരണം ശംഭുട്ടന് ഇതിൻ്റെ ABCD അറിയില്ല. കുഞ്ഞു പോകുമ്പോൾ ആ ഒരു നാക്കിനെ കളിച്ചോളൂല്ലോ എന്ന് കരുതിയിട്ട് അവനെയാണ് മെയിൻ പരിപാടികളെല്ലാം ഏൽപ്പിക്കുക. പക്ഷേ അത് ശംഭുട്ടന് ഫീൽ ആവാത്ത രീതിയിൽ, കുഞ്ഞുവിനത് മനസ്സിലാകുവാൻ വേണം കുഞ്ഞുവാണ് ഇത് ലീഡ് ചെയ്യേണ്ടതെന്ന്. എന്നാൽ ശംഭൂട്ടൻ അത് മനസ്സിലാവാനും പാടില്ല. ശംഭൂട്ടൻ ലീഡ് ചെയ്യുന്ന പോലെ ശംഭൂട്ടൻ തോന്നുകയും വേണം. അതാണ് നമ്മുടെ ഈ ഒരു ഫണ്ടൂണിൽ അല്ലെങ്കിൽ ഫണ്ടൂറിൽ നമുക്ക് ഉണ്ടായ ഒരു നമ്മൾ എന്താണ് ഉണ്ടാക്കിയെടുക്കുന്നൊരു പിള്ളേരുടെ എടുത്തുണ്ടാക്കിയെടുക്കുന്നൊരു ഇമേജ്. അവ എന്തായാലും ഇപ്പോൾ ശംഭൂട്ടന് കാലെത്തില്ല, കാലിൽ ചവിട്ടിയിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അവനൊന്നും എത്തില്ല. പക്ഷേ ഫ്രണ്ടിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ അവൻ ആ ഫീൽ കിട്ടും, അവനാണ് ഓടിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ കുഞ്ഞുവാണിത് മാനേജ് ചെയ്യുന്നതെന്നുള്ള കാര്യം കുഞ്ഞുവിനറിയാം. ശരി, എന്നിരുന്നാലും അവർ കുറേ നേരം അത് കളിച്ച് കൃത്യമായിട്ട് ആക്സിഡൻ്റൊക്കെ ആക്കി തിരിച്ചു വന്നു. അത് കണ്ടിട്ട് ചേച്ചിയും നന്ദും കുഞ്ഞ് രേഷേട്ടനും പ്രജിയെല്ലാം ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഞാനിങ്ങനെ വീഡിയോ എടുത്ത് നടക്കുന്നു കേട്ടോ. അതിനുശേഷം അവിടുന്ന് അടുത്ത ഗെയിമുകളിലേക്കൊക്കെ പോയി. നമ്മുടെ സോംബീസിനെ ഇടിച്ചിടുന്ന ഗെയിം ഉണ്ടായിരുന്നു, അതൊക്കെ പോയി. അതിനുശേഷം കാർ റൈഡിങ്ങിൽ പോയി. കാർ റൈഡിങ്ങിലാണല്ലോ അത് തന്നെ കുഞ്ഞോട്ടനെ നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ അടുത്ത് ഇരുത്തിയിട്ട് ശംഭൂട്ടനെ അടുത്തിരുത്തി. അപ്പം അവൻ്റെ വിചാരം അവൻ്റെ സ്റ്റിയറിങ്ങിൽ തൊട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഓടിക്കുന്ന ആൾ അവനാണെന്നാണ്. പക്ഷേ കുഞ്ഞിൻ്റെ കയ്യിലാണ് അതിൻ്റെ ബാലൻസും കാര്യങ്ങളൊക്കെ ഉള്ളത്. അങ്ങനെ അതിനും കുറച്ച് നേരം അവർ ടൈം സ്പെൻഡ് ചെയ്തു. അപ്പോൾ നന്ദുവിന് ഇത് നാണക്കേടായിട്ട് തോന്നി. കുഞ്ഞു കുട്ടികളല്ലേ, അത് വേണ്ട മമ്മി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അച്ഛന്മാരും അപ്പൂപ്പന്മാരും അമ്മമ്മമാരും ഒക്കെ ഇത് ഓടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ല, അവനൊരു ചമ്മൽ, അത്രേ ഉള്ളൂ. ഞാനിനി വീഡിയോ എടുത്ത് നാട്ടുകാരെ കാണിക്കും, അല്ലെ നാട്ടുകാരെ അധികാരം കാണാനില്ലല്ലോ നമ്മുടെ വീഡിയോ. എന്നിരുന്നാലും വീട്ടുകാരൊക്കെ കണ്ടിട്ട് അവനൊരു ചമ്മൽ വേണ്ട എന്ന് കരുതി ഞാൻ അങ്ങോട്ട് അധികം നിർബന്ധിക്കാനും പോയില്ല. താല്പര്യം ഉണ്ടെങ്കിൽ അവനൊരു പ്രശ്നമില്ല, പോവാം, നമ്മൾ പറയുന്നതല്ലേ. താല്പര്യം ഇല്ലാഞ്ഞിട്ട് തന്നെ ആയിരിക്കണം. അപ്പം അതെല്ലാം കഴിഞ്ഞപ്പം എനിക്ക് ചേച്ചീനെ ഏതെങ്കിലും ഒരു റൈഡിൽ കയറ്റണം എന്നുണ്ടായിരുന്നേ. കാരണം ചേച്ചിക്കാണ് കുട്ടികളെക്കാളിലും കൂടുതൽ ഇതിനൊക്കെ ആഗ്രഹമുള്ളതും പക്ഷേ സമ്മതിച്ച് തരാനൊരു ബുദ്ധിമുട്ടുമാണ്. ഇങ്ങനെ കയറണമെന്നേ ഞാൻ പറയുന്നത്, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ ആരോടെങ്കിലും പറയണം. നമുക്ക് സാധിച്ചു തരാൻ കെൽപ്പുള്ള ആരോടെങ്കിലും പറയണം. ചെറിയ ചെറിയ ആഗ്രഹങ്ങളാണെങ്കിൽ പോലെ എന്നെ സംബന്ധിച്ച് എൻ്റെ ആഗ്രഹങ്ങളൊന്നും ഞാൻ ആരോടും പറയാറുമില്ല, ചോദിക്കാറുമില്ല. പക്ഷെ ബാക്കിയുള്ളവർ കണ്ടറിഞ്ഞ് എനിക്ക് എൻ്റെ ആഗ്രഹങ്ങൾ ചെയ്തു തരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതേപോലെ തന്നെ മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കാനും എനിക്കിഷ്ടമാണ്. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾ കണ്ടറിഞ്ഞ് ഞാനെല്ലാം
ചെയ്തു കൊടുക്കും. പക്ഷേ എൻ്റെ ആഗ്രഹങ്ങൾ കണ്ടറിഞ്ഞ് ആരും ചെയ്തു തരുന്നില്ല. ഇതാണ് എൻ്റെ കുറേ വർഷങ്ങളല്ല, എനിക്ക് ഓർമ്മയായപ്പോൾ തൊട്ടുള്ളൊരു ലൈഫിൽ ഞാൻ ഈ ഒരു ഇന്നത്തെ ഇൻസിഡൻ്റ് അല്ല കേട്ടോ പറയുന്നത്, ഞാനൊന്ന് പുറകിലോട്ട് പോയതാണ്. എൻ്റെ ലൈഫിൽ ഇങ്ങോളമുള്ള ഇൻസിഡൻസിൽ അങ്ങനെ തന്നെയാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ ചേച്ചിക്ക് ഇങ്ങനത്തെ റൈഡിലൊക്കെ ഇഷ്ടമായതുകൊണ്ട് നമ്മൾ റോളർ കോസ്റ്ററിൽ ചേച്ചിനെ കയറ്റി വിട്ടിട്ടുണ്ട്. ഇതിന് മുമ്പും കുട്ടികളുടെ കൂടെ ഏത് ഇതിൽ വിട്ടാലും ചേച്ചിനെ നമ്മൾ ഒരു റൈഡിലെങ്കിലും കയറ്റാറുണ്ട്. കാരണം ചേച്ചിക്ക് ഇതിന് ഭയങ്കര ഇഷ്ടമാണ്, കുറച്ച് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഇഷ്ടമാണ്. എന്നെ സംബന്ധിച്ച് എനിക്കിത് കാണുമ്പോൾ തന്നെ തല കറങ്ങും. അപ്പോൾ എനിക്ക് ആ വഴിക്ക് പോകാൻ പറ്റത്തില്ല. ഏട്ടനും വലിയ താല്പര്യമൊന്നുമില്ല ഇതിനെ കൊണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് അവർ റോളർ കോസ്റ്ററിൽ കയറിയ സമയത്തിനിടയ്ക്ക് ഞാൻ പ്രജിനെ കൊണ്ട് ഈ ഒരു സംഭവം പരീക്ഷിപ്പിച്ചതാണ്. കാരണം കിട്ടിയാൽ ഒരു പാവ കിട്ടും, എനിക്ക് എടുക്കാമല്ലോ എന്ന് കരുതിയിട്ട്. പക്ഷേ കൃത്യമായി നമ്മൾ തോറ്റു. എന്നിട്ട് വേഗം നമ്മൾ റോളർ കോസ്റ്ററിൻ്റെ അവിടേക്ക് വന്നപ്പോഴത്തേക്ക് അവർ കളിയെല്ലാം കഴിഞ്ഞ് തലകറങ്ങി പുറത്ത് വന്ന് നിൽപ്പുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ പോയത് നന്ദൂട്ടിനും കുറച്ച് നന്നായിട്ട് പെയിൻറ്റ് ചെയ്യും, ഡ്രോയിങ് ചെയ്യും. അപ്പോൾ അവൻ അതിന് കുറച്ച് ആക്സറീസ് ഒക്കെ വേണം, കുറച്ച് പെൻസിലിൻ്റെ കുറച്ച് വേരിയൻ്റൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മേടിക്കണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു സെക്ഷനിലേക്ക് പോയി. നമ്മുടെ പ്ലാൻ എന്തായിരുന്നെന്ന് വെച്ചാൽ ഇവിടുന്ന് ഫുഡൊക്കെ മേടിച്ചിട്ട് മുകളിൽ പോയിട്ട് കഴിക്കാം എന്നുള്ളതായിരുന്നേ. പക്ഷേ അവിടെ എന്തോ ഏട്ടന് താല്പര്യം ഇല്ലാത്തതുപോലെ തോന്നി. അപ്പം നമ്മൾ വേഗം വന്നാൽ പിന്നെ അവിടെ നിന്ന് ഇറങ്ങാം, പുറത്തുനിന്ന് കഴിക്കാമെന്ന് കരുതി. കാരണം വൈകുന്നേരം ആയല്ലോ, ഡിന്നർ എന്നാൽ പുറത്തുനിന്ന് ആക്കാമെന്ന് കരുതി. നമുക്കൊക്കെ ലൈറ്റായിട്ട് ഫുഡ് കഴിക്കാനായിരുന്നു ആഗ്രഹം. പക്ഷേ ഏട്ടന് നമ്മുടെ ഗ്രില്ലും അതേപോലെ കുപ്പൂസും ഒക്കെ കഴിക്കാനായിരുന്നു ആഗ്രഹം. അപ്പോൾ ഏട്ടൻ പറഞ്ഞു കുഞ്ഞുനും അതാണ് കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞു. അപ്പം കുഞ്ഞു നല്ലൊരു ഫുഡിയാണ് കേട്ടോ, കാരണം നല്ല സെലക്റ്റീവായിട്ട് ഫുഡ് കഴിക്കുന്ന ഒരാളാണ് കുഞ്ഞു. നമ്മൾ അവനെ കണ്ടാൽ പറയില്ലെന്നേ ഉള്ളൂ. ശമ്പൂട്ടനെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് എവിടെ ചെന്നാലും ഒരേ ഒരു ഫുഡ് മാത്രം എടുക്കുന്ന ഒരാളാണ് ശമ്പൂട്ടൻ. പ്രജി അതെ, ബിരിയാണി വിട്ടൊരു കളി ഇല്ലാത്തൊരു മനുഷ്യനാണ് പ്രജി. ഞാനും അതെ, എവിടെയും ചെന്നാൽ ഊണ് വിട്ടൊരു കളി ഇല്ലാത്ത ഒരാളാണ് ഞാൻ. അപ്പം ഞങ്ങൾക്ക് അധികം വെറൈറ്റീസ് ഒന്നും വലിയ താല്പര്യമില്ല. എനിക്ക് നാടനായിരിക്കും പൊതുവേ ഇഷ്ടം. പ്രജിക്ക് ബിരിയാണി, ഫ്രൈഡ് റൈസ് അതിലേക്കേ പോകത്തുള്ളൂ. ശമ്പൂട്ടിന് എവിടെ ചെന്നാലും ഒരു പൊറോട്ട അല്ലെങ്കിൽ ദോശ ഇതിലേക്കേ പോവുള്ളൂ. അപ്പം എന്തായാലും ഏട്ടൻ്റെ ആഗ്രഹപ്രകാരം നമ്മൾ ഗ്രില്ലും, മസാല ഗ്രില്ലും, ഒരു നോർമൽ ഗ്രില്ലും, പിന്നെ കുബൂസും പൊറോട്ടയും നമ്മുടെ റുമാലി റൊട്ടിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം കുഞ്ഞിന് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് ഇതൊക്കെ കാണുമ്പോഴത്തേക്ക്. അപ്പോൾ അവരുടെ ഇഷ്ടത്തിന് എടുക്കാമെന്ന് കരുതി നമ്മൾ അങ്ങനെ മേടിച്ചു കേട്ടോ. അപ്പോൾ ശമ്പൂട്ടിന് വേണ്ടിയിരുന്നത് ഒരു റുമാലി റൊട്ടിയും അതേപോലെ ഫ്രഞ്ച് ഫ്രൈസും ഒക്കെയാണ്. അപ്പോൾ അതൊക്കെ അവർക്ക് മേടിച്ചു കൊടുത്തു. ചേച്ചിക്കും റുമാലി റൊട്ടിയും പൊറോട്ടയും ഒക്കെ വേണമെന്നാണ് പറഞ്ഞത്, അതും മേടിച്ചു കൊടുത്തു. ഞാനും 2 പൊറോട്ട എടുത്തു, പ്രജിയും പൊറോട്ടയാണ്. ബാക്കി എല്ലാവർക്കും കുബൂസായിരുന്നു ഇഷ്ടം, അതെല്ലാം വാങ്ങി അതെല്ലാം നമ്മൾ കഴിച്ച് സമാധാനപരമായിട്ട് കുറേ നേരം ഇരുന്ന് കഴിച്ചു. നമ്മുടെ ഈ റെസ്റ്റോറൻറ്റിൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ സൈഡിലുള്ളൊരു വേറൊരു റെസ്റ്റോറൻറ്റ് ഓൾഡ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞ് അവിടെ നമ്മൾ ഇടയ്ക്ക് വരാറുണ്ട്. അവിടെ എനിക്ക് വേണ്ടിയ നാടൻ ഫുഡും കിട്ടും, അതേപോലെ പ്രജിക്ക് വേണ്ടിയ ഒരു ബിരിയാണി, ആ ഒരു ഫ്ലേവേർഡ് റൈസ് എല്ലാം കിട്ടുന്നൊരു അടിപൊളി ഒരു സീ ഫുഡ് റെസ്റ്റോറൻറ്റാണ്. അപ്പോൾ എൻ്റെ ജലദോഷം തീരെ മാറിയിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര സഫോക്കേഷൻ വരുന്നത് വോയിസ് ഓവർ കൊടുക്കാനായിട്ട്. ഈ ന്യൂ ഇയർ തൊട്ടെങ്കിലും മര്യാദയ്ക്ക് വീഡിയോ ഇട്ട് തുടങ്ങണമെന്ന് വിചാരിച്ചതാണ്. എനിക്ക് അങ്ങനെ വിചാരിക്കുന്നതാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ പ്രശ്നം. വിചാരിച്ചാൽ അപ്പം തന്നെ കയ്യിൽ നിന്ന് പോയിട്ട് സൗണ്ടൊക്കെ പോകും. വേറെ വല്ല ബുദ്ധിമുട്ടും ആണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ സൗണ്ട് പോയാൽ എങ്ങനെയാണ് വോയിസ് കൊടുക്കുക അല്ലേ? അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തത് കഴിച്ചിട്ട് വീട്ടിൽ വന്ന് സുഖമായിട്ട് കിടന്നുറങ്ങി. അടുത്ത ദിവസം നമ്മൾ നേരെ പോയത് ഹിൽ പാലസിലേക്കാണ്. ഹിൽ പാലസ് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? എല്ലാവർക്കും ഏത് രീതിയിലാണ് അറിയാവുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കറിയാവുന്ന രീതി മണിച്ചിത്രത്താഴ് സിനിമയിലെ ഷൂട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഇതിൻ്റെ പേരിലാണ് എനിക്കറിയാവുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഏത് മുക്കും മൂലയും കണ്ടാലും അതാത് പ്ലേസിൽ വെച്ചുണ്ടായ ഡയലോഗുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നേ. അപ്പോൾ ആ കൂട്ടത്തിൽ പ്രജി എന്നെ കളിയാക്കി വിടുന്നുണ്ട്, നീ എന്താ ഈ സിനിമയുടെ കാര്യം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇതിന് ഭയങ്കര ചരിത്ര പ്രധാനമുള്ള സ്ഥലമായിരിക്കും, അതൊക്കെ വായിച്ചു നോക്കുക, അവിടെ വെച്ചിട്ടില്ല എല്ലാം എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കുന്നുണ്ടായിരുന്നെങ്കിൽ പോലും എനിക്കറിയാവുന്ന കാര്യങ്ങളല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു സ്ഥലമൊക്കെ കണ്ട് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവില്ലേ ഇന്നസെൻ്റ് താക്കോല് വെച്ച് മറന്ന സ്ഥലം. അപ്പോൾ പിന്നെ നമുക്ക് അതല്ലേ പറയാൻ പറ്റുള്ളൂ. അത് ഞാൻ പറഞ്ഞു. അപ്പം അത് എന്നെ കളിയാക്കി വിട്ടു, അത്രേ ഉള്ളൂ. എന്നാലും അകത്ത് കയറിയാലും എനിക്ക് ആ ഒരു ഏരിയ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവേ. കാരണം ഈ കേബിളൊക്കെ വരുന്നതിന് മുമ്പ് പണ്ടായാലും നമ്മുടെ വീട്ടിൽ ദൂരദർശനുള്ളപ്പോൾ ദൂരദർശനിൽ ഈ ഒരു സിനിമ മാസത്തിൽ 1 വട്ടമെങ്കിലും ഞായറാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 4 മണിക്ക് വരും. അങ്ങനെ നമ്മളൊരു 100 വട്ടമെങ്കിലും ഈ മണിച്ചിത്രത്താഴ് സിനിമ കണ്ടിട്ടുണ്ട്.
അപ്പം നമ്മുടെ മനസ്സിൽ ഒരു 100 വട്ടമെങ്കിലും ഈ ഒരു ഏരിയകളെല്ലാം പതിഞ്ഞത് കൊണ്ട് നമുക്ക് പർട്ടിക്കുലർ സ്ഥലത്തെത്തുമ്പോൾ ഉള്ള സീൻസൊക്കെ ഓർമ്മ വരും. ദോ നിൽക്കുന്നു ഞാൻ, അതാണ് ഞാനേ. എൻ്റെ വീഡിയോ ആരും എടുത്തു തരാനില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ എന്നെ കണ്ണാടിയിൽ എടുത്തതാണ്. അപ്പം നമുക്ക് ഓരോ മുക്കും മൂല, പക്ഷേ ഇതിൻ്റെ ഭൂരിഭാഗം സ്ഥലം കാണിച്ചിട്ടില്ലാന്ന് തോന്നുന്നു. സിനിമയിൽ വളരെ കുറച്ച് സ്ഥലങ്ങളെ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ചില സ്ഥലങ്ങളിൽ ഇവിടെ നമുക്ക് വീഡിയോഗ്രാഫി അലൗഡ് അല്ല, ഒൺലി ഫോട്ടോഗ്രാഫി മാത്രമേ അലൗഡ് ഉള്ളൂ. ചില സ്ഥലങ്ങളിൽ അതും അലൗഡ് അല്ല. അപ്പോൾ പറ്റുന്ന സ്ഥലങ്ങളിലെ മാത്രമാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഫോട്ടോഗ്രാഫി എല്ലായിടത്തും ഒരുവിധം അലൗഡാണ്. പക്ഷേ പർട്ടിക്കുലർ ഒരു ഓർണമെൻറ്റ്സ് വെച്ചിരിക്കുന്ന ഒരു റൂം ഒഴികെ ബാക്കി എല്ലായിടത്തും ഫോട്ടോഗ്രാഫി അലൗഡാണ്. വീഡിയോഗ്രാഫി അലൗഡ് എല്ലായിടത്തും അല്ല. ഇതുപോലുള്ള നമ്മൾ നടക്കുന്ന സ്ഥലം കോറിഡോറുകളിലൊക്കെ മാത്രമേ അലൗഡ് ഉള്ളൂ. അപ്പോൾ അങ്ങനെ. അപ്പം പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഈ സിനിമ ഒരുപാട് വട്ടം കണ്ടിട്ടുണ്ട്. പക്ഷേ നന്ദു കുഞ്ഞു ഒക്കെ ആണെങ്കിൽ ഒരു ലിമിറ്റഡ് പ്രാവശ്യം, കൂടിപ്പോയാൽ ഒരു 4 വട്ടം 5 വട്ടമൊക്കെ കണ്ടിട്ടുള്ളൂ. കാരണം അവരുടെ ജനറേഷൻ എത്തുമ്പോഴത്തേക്ക് വീട്ടിൽ കേബിളായി, ലേറ്റസ്റ്റ് സിനിമകളൊക്കെ വന്ന് കാണാൻ തുടങ്ങി. മണിച്ചിത്രത്താഴ് കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത്ര ഡീപ്പായിട്ട് അവർക്ക് മുക്കും മൂലയും അറിയുമോയെന്നൊന്നും നമുക്കറിയില്ല. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ സീൻ കണ്ട് ചിരിക്കുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് പിന്നെ അത് വേഗം യൂട്യൂബിലെടുത്ത് കാണിച്ചു കൊടുക്കാനുള്ള ത്വരയായി. അത് കണ്ടിട്ട് അത് ശരിയാണല്ലോ എന്ന് പറഞ്ഞാൽ അവരും നമ്മുടെ കൂടെ നിൽക്കാനൊരു, അവർക്കും മനസ്സിലാവണമല്ലോ എന്ന് കരുതിയിട്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ രാമനാഥിൻ്റെ വീട് തപ്പി ഞങ്ങൾ കുറച്ച് നേരം നടന്നു. അങ്ങനെ പിന്നെ കുറച്ച് നേരം ഓരോ സീനും രവിശേട്ടനാണെങ്കിലും പറയും, ഇവിടെ നിന്നാണ് അവർ ലാസ്റ്റ് ബൈ പറഞ്ഞു പോയത് എന്നൊക്കെ. ഞങ്ങളുടെ കുറച്ച് വീഡിയോസൊക്കെ അവിടെ നിന്ന് അങ്ങനെ എടുത്തു. ചേച്ചിയുടെയും കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. കാരണം എൻ്റെ വീഡിയോയിൽ ഭൂരിഭാഗം ഇങ്ങനെയുള്ള യാത്രകളിലൊക്കെ മറ്റുള്ളവരുടെ മെമ്മറി ആയിരിക്കും കൂടുതൽ അവർക്ക് കാണാൻ പറ്റുക. എൻ്റെ യാത്രകളാണെങ്കിൽ പോലും ഞാൻ എപ്പോഴും ക്യാമറയ്ക്ക് പിന്നിലായതുകൊണ്ട് എന്നെ ഇതിൽ കാണാൻ പറ്റില്ല. പക്ഷെ ബാക്കി എല്ലാവർക്കും ഇതൊരു നല്ല ഓർമ്മയായിരിക്കും. അപ്പം ഈ സ്ഥലത്ത് നിന്ന് നോക്കുമ്പോൾ ഇപ്പം നമുക്ക് ദൂരെ കെട്ടിടങ്ങളൊക്കെയാണ് കാണുന്നതെങ്കിൽ പോലും ആ ഒരു സമയത്തെ നമുക്ക് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പം ഇവിടെ വരുന്ന ഭൂരിഭാഗം പേരും ഇവിടുത്തെ ഡയലോഗ് പറഞ്ഞുകൊണ്ടാണ്, ഗംഗേ എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമായിട്ട് ഡയലോഗൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മളത് കേട്ട് ചിരിക്കും. നമ്മൾ പറയുന്ന ഡയലോഗ് കേട്ടിട്ട് അവർ ചിരിക്കും. അങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നാഗവല്ലിൻ്റെ റൂമൊക്കെ അന്വേഷിച്ച് പോയി. കുറേ നേരം അതുവഴി ഇതുവഴിയൊക്കെ നടന്നു. അതിനുശേഷം കുറച്ച് അധികം നടന്നു കേട്ടോ. കാരണം ഇന്ന് നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇനി രാത്രിയിലെ വീട്ടിൽ ചെന്ന് കയറുള്ളൂ. അതുവരെയുള്ള നമ്മുടെ ഒരു പ്ലാനിങ് പ്രകാരം എല്ലാം ചാർട്ടറാണ്, എവിടെയൊക്കെ ഏതൊക്കെ സമയത്ത് പോകണം എന്നുള്ളത്. അപ്പം ഇവിടെ വുഡൻ്റെ കുറേ സ്ട്രക്ചേഴ്സൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അമ്പലങ്ങളുടെ ഒക്കെ സ്ട്രക്ചർ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോസ് എടുത്ത് എല്ലാവരും കണ്ട് ഇങ്ങനെ പൂർണ്ണത്രയീശ ക്ഷേത്രം, അങ്ങനെ കുറേ ക്ഷേത്രങ്ങളുടെ മോഡലുകളാണ് അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ വന്നിട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യമില്ലേ, നമ്മുടെ രാജാക്കന്മാരെ തമ്പുരാൻ എന്നും പറയും, രാജ്ഞിമാരെ തമ്പുരാട്ടി എന്നല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടുത്തെ രാജ്ഞിമാരെയും തമ്പുരാന്മാരെന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതെനിക്കൊരു വേറൊരു ഇതുവരെ അറിയാത്തൊരു കാര്യമായിരുന്നേ. അവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും അറിയാമായിരിക്കും, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ വായിക്കുന്നവർക്ക് കൂടുതൽ അറിയാമായിരിക്കും. എൻ്റെ ഒരു അറിവിൽ തമ്പുരാൻ എന്ന് പറഞ്ഞാൽ രാജാവും തമ്പുരാട്ടി എന്ന് പറഞ്ഞാൽ രാജ്ഞിയാണ്. പക്ഷേ ഇവിടെ വന്ന് നോക്കുമ്പോൾ രാജാവും തമ്പുരാനാണ്, രാജ്ഞിയും തമ്പുരാനാണ്. അതെന്താണെന്ന് അറിയില്ല. എന്നിട്ട് ഈ കൊട്ടാരം പണിയുന്നതിന് മുമ്പേ ഇവിടുത്തെ രാജകുടുംബാംഗങ്ങളൊക്കെ താമസിച്ചിരുന്ന ഒരു ചെറിയ കൊട്ടാരമുണ്ട്. അങ്ങോട്ടേക്ക് പോയി അവിടെ വെച്ചിട്ടാണ് കുറേ ഷൂട്ടിങ്ങൊക്കെ നടന്നിട്ടുള്ളത്, നമ്മുടെ മണിച്ചിത്രത്താഴിൻ്റെ തന്നെ. അപ്പം അവിടെയും പോയി കുറേ നേരം. പിന്നെ കുളമുണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അവിടെ എല്ലാം നടന്ന് കണ്ടു. അപ്പം നമ്മളിങ്ങനെ പറയായിരുന്നേ, നമ്മളിൽ പണിയുന്ന വീടുകളൊക്കെ എങ്ങനെ ഒരു 2-3 വർഷം കഴിയുമ്പോൾ മെയിൻ്റെനൻസ് ചെയ്യേണ്ടി വരുന്നു. ഇവിടെ മെയിൻ്റെനൻസ് ഒക്കെ ഉണ്ടാവും. എന്നിരുന്നാൽ പോലും ഇവിടെ ഒരു ആണിയോ സ്ക്രൂവോ അല്ലെങ്കിൽ ഒന്നും വെച്ചിട്ടല്ല പരിപാടി ഒന്നും ചെയ്യുന്നത്. എല്ലാം തടി കൊണ്ടുള്ള പണി, കല്ലുകൊണ്ടുള്ള പണി, അങ്ങനെയൊക്കെയല്ലേ. എന്തൊരു സുഖമാണെന്നറിയോ അതുവഴി ഇങ്ങനെ നടക്കാനായിട്ട്. നല്ല നമ്മൾക്ക് ഒരിക്കലും ചൂടെടുക്കില്ല. അപ്പം അന്നത്തെ കാലത്ത് പണിഞ്ഞവർ നല്ല മെനക്കെട്ടിരുന്ന് പണിതിട്ടും അത് ഒരു യൂസ്ഫുൾ ആയല്ലോ. അതേപോലെ ഈ മച്ചിൻ്റെ മുകളിൽ അടിച്ചിരിക്കുന്ന പച്ച കളർ കണ്ടോ, എന്ത് ഭംഗിയെന്നറിയോ ആ കളറിന്. ഞാനിങ്ങനെ ഏട്ടനോട് പറഞ്ഞപ്പോൾ ഏട്ടനും പറഞ്ഞു, നല്ല ഭംഗിയല്ലേ, നല്ലൊരു കളർ കോമ്പിനേഷൻ ആണെന്ന് ഞാനും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് വരുമ്പോഴാണ് പ്രജി പറയുന്നത് അത് പെയിൻ്റ് അടിച്ചൊന്നും അല്ല, പായൽ പിടിച്ചിട്ടുള്ളതാണെന്ന്. ഞങ്ങൾക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടായില്ല, കാരണം ഒരു ലൈറ്റ് മഞ്ഞ കളറേ. അപ്പോൾ പ്രജി പറഞ്ഞു, എന്നാൽ പിന്നെ ധൈര്യം ഉണ്ടെങ്കിൽ തൊട്ട് നോക്ക്. ഞാൻ തൊട്ട് നോക്കിയപ്പോൾ ശരിക്കും പായലായിരുന്നു അത്. അയ്യോ ചമ്മിപ്പോയി എന്ന് വേണേൽ പറയാം. പക്ഷെ എന്നാലും നല്ലൊരു കോമ്പിനേഷൻ, നല്ലൊരു കളറായിരുന്നു കേട്ടോ അത്. പച്ചയല്ല മഞ്ഞയല്ല. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോയി.
ഇന്ന് ഞങ്ങൾക്ക് പിള്ളേർക്ക് എല്ലാവർക്കും നോൺ വെജ് കഴിക്കാനൊരു മൂഡായിരുന്നു. കാരണം നമ്മൾ വീട്ടിൽ നിന്ന് രാവിലെ ലൈറ്റായിട്ട് എന്തോ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ ലൈറ്റായിട്ട് വെച്ചാൽ ഇഡ്ഡലി ദോശ അങ്ങനെ എന്തോ ആണ് കഴിച്ചത്. പക്ഷേ എന്നാലും നമുക്ക് നോൺ വെജ് കഴിക്കാനുള്ള മൂഡായിരുന്നു. പക്ഷേ രൈഷേട്ടന് പ്യുവർ വെജ് മതി എന്നുള്ളൊരു ഇതിലെത്തിയെങ്കിലും നമ്മൾ തപ്പി നടന്ന നോൺ വെജ് റെസ്റ്റോറൻ്റ് ഒന്നും കിട്ടിയില്ല. അവസാനം നമ്മൾ ശരവണ ഭവനിൽ കയറി അവിടുന്ന് ലഞ്ച് കഴിക്കാമെന്ന് തീരുമാനിച്ചു. എനിക്ക് പൊതുവേ നാടനായിട്ടുള്ള പ്യുവർ വെജായിട്ടുള്ള ഭക്ഷണം ഈ കൂട്ടത്തിൽ വന്നിരിക്കുന്ന എല്ലാവരെക്കാട്ടിലും എനിക്കാണ് ഇഷ്ടം. പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്ക് നാടൻ ഭക്ഷണം എന്ന് പറയുമ്പം ഓരോ നാടിനും അതിൻ്റേതായ നാടനുണ്ടല്ലോ. അപ്പം ശമ്പൂട്ടിനപ്പം ഈ പറഞ്ഞതിനിടയ്ക്ക് ചീസ് മസാല ദോശ മേടിച്ചേ. അപ്പം എനിക്കില്ലേ നാടൻ ഭക്ഷണം എന്ന് പറഞ്ഞാലും ചില ഭക്ഷണങ്ങൾ പിടിക്കൂല. ഇപ്പം ഇന്നത്തെ തന്നെ ഭക്ഷണം നോക്കൂ, കുറേ കറികൾ ഉണ്ടെങ്കിൽ പോലും അതിനൊന്നും ഒരു ടേസ്റ്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ പർട്ടിക്കുലർ ഏത് കടയാണെന്ന് പറയാത്തത്. അതായത് ശരവണപ്പൻ തന്നെ നമ്മുടെ കൊച്ചിയിൽ കുറേ ഉണ്ടല്ലോ. അപ്പം അവർ തന്നെ പറയുന്നുണ്ട് അവരുടെ ഒറിജിനൽ ബ്രാൻഡ് അവിടെ മാത്രമേ ഉള്ളൂ ഇവിടെ. പക്ഷേ കുറേ സ്ഥലത്ത് ഇത് തുറന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഒറിജിനൽ ആണോ എന്താണെന്നറിയില്ല. നല്ല തിരക്കുണ്ടായിരുന്നു. ഞാൻ കൊണ്ടുവന്ന എല്ലാ കറികളും കഴിച്ചു. പക്ഷേ പ്രജി കണ്ടോ, പ്രജി പല സാധനങ്ങളും കഴിക്കാതെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിനകത്ത് പകുതി ഞാനും ശംഭുവായിട്ട് കഴിച്ചതാണ്. അതിനകത്ത് തൈരൊക്കെ ശംഭുവിൻ്റെ മസാല ദോശയിലൂടെ കയറിയിരിക്കുന്നത് കണ്ടോ. അങ്ങനെ പലതും ഞങ്ങൾ തന്നെ ഷെയർ ചെയ്ത് കഴിച്ചതാണ്. പക്ഷേ ഞങ്ങൾക്കതൊരു ടേസ്റ്റി ഫീലിംഗ് ഉള്ളൊരു ഫുഡായിട്ട് തോന്നിയില്ല. സാധാരണ ഒരു മോരറിയും ഒരു കുത്തിരി ചോറും മാത്രം ഉണ്ടെങ്കിൽ തന്നെ ആസ്വദിച്ച് കഴിക്കുന്ന ഞങ്ങൾക്ക് അത്രയും കൂട്ടാനുണ്ടായിട്ടും ഒരു സുഖം തോന്നിയില്ല എന്ന് പറയുമ്പം, പക്ഷേ ഏട്ടന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഓക്കെയാണ്. അപ്പം ഏട്ടൻ്റെ ആഗ്രഹം ഏതായാലും സാധിച്ചു. അതിനുശേഷം ഞങ്ങൾ നേരെ വന്നത് മറൈൻ ഡ്രൈവിലേക്കാണ്. മറൈൻ ഡ്രൈവിൽ സത്യം പറഞ്ഞാൽ വൈകുന്നേരങ്ങളിലൊന്നും വന്നിട്ട് ഉച്ചയ്ക്ക് ശേഷം ഒന്നും വന്നിട്ടൊരു കാര്യമില്ല. വെറും തിരക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ന്യൂ ഇയറിൻ്റെ ഭാഗമായിട്ട് അവിടെ നന്നായിട്ട് അലങ്കരിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഡിന്നർ കഴിഞ്ഞിട്ട് വൈകുന്നേരമാണ് വരുന്നതെങ്കിൽ ഇവിടെ അടിപൊളിയായിരിക്കും, നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. പക്ഷേ ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾ ചാർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് സമയമില്ല വൈകുന്നേരം വരാനായിട്ട്. കാരണം നാളെ രാവിലെ ഇവർക്ക് പോകണം. ഇന്ന് ഈ ഒരു രാത്രിയും കൂടെ നമ്മുടെ കൂടെ ഇവരിവിടെ സ്പെൻഡ് ചെയ്യുന്നുള്ളൂ. നമ്മൾ വിചാരിച്ച ഒരു 4 ദിവസം കൂടെ എക്സ്ട്രാ ഇവർ കട്ട് ഓഫ് ചെയ്ത് കളഞ്ഞു. അപ്പം ഞങ്ങൾ വിചാരിച്ചു ന്യൂ ഇയറിൻ്റെ പ്രോഗ്രാം കഴിഞ്ഞ് ഒരു 3 ദിവസം കൂടെ കഴിഞ്ഞിട്ട് 5-ാം തീയതിയാണ് കുഞ്ഞുങ്ങൾക്ക് സ്കൂൾ തുറക്കുള്ളൂ. അപ്പോൾ 4-ാം തീയതി ഇവിടുന്ന് പോകുന്നുള്ളൂ എന്നുള്ള വിചാരത്തിലാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ ഇവർ ന്യൂ ഇയറിന് മുമ്പ് തന്നെ പോയി കളഞ്ഞുന്നേ. പോട്ടെ, സാരമില്ല. ഉള്ള സമയത്തിന് നമ്മൾ എവിടെയൊക്കെ ഓടി എത്തിക്കാൻ പറ്റുമോ അത്രയും ഇടത്തൊക്കെ ഓടി എത്തിച്ചെല്ലാം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം ഒരിക്കലേട്ടൻ വന്ന സ്ഥിതിക്ക് ഇനി ഏട്ടനെ ഇങ്ങോട്ട് കിട്ടാൻ നല്ല പാടാണ്. അതുകൊണ്ട് എന്തായാലും ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് വന്ന് അവരെ മാക്സിമം എൻജോയ് ചെയ്യിപ്പിച്ച് വിടുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഉദ്ദേശം. അല്ലാതെ വീട്ടിൽ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അവർ അവരുടെ സ്വന്തം വീട്ടിൽ തന്നെ ഇരുന്നാൽ പോരെ. സന്തോഷമായിട്ട് വന്ന് സന്തോഷമായിട്ട് എല്ലായിടവും കറങ്ങി അടിച്ച് പോകണം, അതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനുശേഷം ഞങ്ങൾ അടുത്തത് പോയത് നേരെ മൂവിക്കാണ്. ഇതും ഞങ്ങളുടെ ഒരു പ്ലാനിൽ ഉണ്ടായിരുന്നതാണ്. ചേച്ചി എപ്പോഴും പറയും ചേച്ചിക്ക് മൂവിക്ക് പോകാനൊക്കെ ഇഷ്ടമാണ്, അങ്ങനെ പോവില്ല, അതാണ് കാര്യം. അപ്പം എന്നാൽ പിന്നെ കണ്ടേക്കാമെന്ന് കരുതി. പക്ഷെ ഞാൻ പറയട്ടെ, ഒരിക്കലും ഒരു വേസ്റ്റ് ആയില്ല ആ ഒരു ടൈം. നല്ല വർത്ത് ഫോർ മണി ആയിരുന്നു, നല്ല വാല്യൂ ഉള്ള, നമുക്ക് ഇഷ്ടപ്പെടുന്നത്. അതായത് വലിയ മോറലോ അല്ലെ ഗുണപാഠമോ ഒന്നും ഉണ്ടെന്നല്ലായിരിക്കും ഞാൻ പറയുന്നത്. പക്ഷേ നമ്മുടെ ഒരു ടൈം വേസ്റ്റായി പോവാത്ത പോലത്തെ ഒരു സിനിമ, കുറച്ചൊന്ന് റിലാക്സ് ചെയ്യാൻ, കുറച്ചൊന്ന് സന്തോഷിക്കാൻ പറ്റിയ ഒരു സിനിമയായിരുന്നു കേട്ടോ. എന്നിട്ട് സിനിമയെല്ലാം കണ്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ഇത് അവിടെ റിവ്യൂ ചോദിക്കാൻ ഏതോ ഒരു ഓൺലൈൻ വീഡിയോ ഒക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി, നല്ല ചിരിച്ച് സന്തോഷിച്ച് ഞങ്ങൾ ആ ഒരു സിനിമ കഴിഞ്ഞ് നേരെ പുറത്തിറങ്ങി ഒരു ചായ ഒക്കെ കുടിച്ചു. അതിനുശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. കാരണം ഞങ്ങൾക്കാർക്കും ഉച്ചയ്ക്കത്തെ ഊണിന് ശേഷം തന്നെ ഞങ്ങൾക്കാർക്കും പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ ഒരു താല്പര്യം ഉണ്ടായില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു വീട്ടിൽ പോകാമെന്ന്. കാരണം ഞാനും വിചാരിച്ചു വീട്ടിൽ നിന്ന് തന്നെ കഴിക്കാമെന്ന്. ചേച്ചി എന്നോട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പനീർ കഴിക്കണം എന്ന് ആഗ്രഹമുണ്ടെന്ന്. അതുകൊണ്ട് വീട്ടിലേക്ക് നേരെ വന്നിട്ട് ചപ്പാത്തിയും ചേച്ചി പണ്ടെപ്പോഴോ പറഞ്ഞൊരാഗ്രഹമാണ്. അതിനുശേഷം ചേച്ചി എൻ്റെ അടുത്ത് ഇപ്പോഴാണ് വരുന്നത്, അല്ലെങ്കിൽ ഞാൻ പിന്നെ ചേച്ചീനെ ഇപ്പോഴാണ് കാണുന്നത്. അതുകൊണ്ട് ആ ആഗ്രഹം ഞാൻ സാധിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പനീറൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ചപ്പാത്തിയും പനീർ കറിയും ഒക്കെ വെച്ച് ഞങ്ങൾ സമാധാനമായിട്ട് കഴിച്ച് അവരവരുടെ പെട്ടിയും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് രാത്രി തന്നെ വെച്ചു. അടുത്ത ദിവസം രാവിലെ അവരങ്ങ് പോകുകയും ചെയ്തു കേട്ടോ. ഇനിയിപ്പം അധികം കാത്തിരിക്കാനൊന്നുമില്ല, ഞങ്ങളും ഉടനെ തന്നെ നാട്ടിലേക്ക് പോവാണ്, കണ്ണൂരേക്ക്. ഇനിയിപ്പോൾ അവിടെ നിന്ന് കാണാമല്ലോ. ഏട്ടൻ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കുറച്ച് ഫംഗ്ഷൻ ഉണ്ട്, അപ്പോൾ അതിന് കൂടിയേ പറ്റുള്ളൂ. അതുകൊണ്ട് അവരിതാ പോയി, നമ്മൾ തിരിച്ച് വീട്ടിലേക്കും വന്നു. കാരണം അടുത്ത ദിവസം ഇനി ന്യൂ ഇയറിൻ്റെ പ്രോഗ്രാമൊക്കെ ആയിട്ട് നമ്മളും ബിസി ആയിരിക്കും. ആ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ വരാമേ.